ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണെന്നും ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും KPCC അംഗവും മുൻ MLAയുമായ VT ബൽറാം താലൂക്ക് ആശുപത്രിയുടെ സൗകര്യങ്ങളും അപാകതകളും നേരിട്ട് പരിശോധിക്കാൻ ആശുപത്രിയിലെത്തിയതായിരുന്നു VT ബൽറാം. ചൊവ്വാഴ്ച രാവിലെയാണ് തൃത്തല മുൻ MLAയും KPCC അംഗവുമായ VT ബൽറാം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങളും അപാകതകളും നേരിട്ട് പരിശോധിക്കാനായിരുന്നു VT ബൽറാം എത്തിയത്. ആശുപത്രിയിലെ വാർഡുകൾ, കുട്ടികളുടെ ICU, ഓപ്പറേഷൻ തിയേറ്റർ, ഡയാലിസിസ് കേന്ദ്രം, മറ്റു കെട്ടിടങ്ങൾ എന്നിവയിൽ സന്ദർശനം നടത്തി. വാർഡുകളിൽ എത്തിയ VT ബൽറാം രോഗികളോടും കൂട്ടിരിപ്പുകാരോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതേസമയം ചില അപാകതകളും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും VT ബൽറാം ചൂണ്ടിക്കാട്ടി. താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും കെട്ടിടങ്ങൾ പലതും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണെന്നും VT ബൽറാം പറഞ്ഞു. താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റുകൾ പലതും ആശുപത്രിയിലില്ലെന്നും ബൽറാം വിമർശിച്ചു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പല കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാനോ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോ ഇതിന് മുമ്പായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഏച്ചുകൂട്ടിയ നിലയിലാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല സ്ഥലങ്ങളും ഇപ്പോഴും ചോർന്നൊലിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു ഷീറ്റിട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം, അവിടെ ഉണ്ടാവേണ്ട സൗകര്യങ്ങളോ അവിടെ ഉണ്ടാവേണ്ട ഒരു ക്ലെൻലിനെസ്സോ അവിടെ ഉണ്ടാകുന്ന ഒരു ആംബിയൻസോ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു താലൂക്ക് ആശുപത്രിയാണ്. ചെറിയ ആശുപത്രികളിൽ PHCകളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും CHCകളിലും പോലും ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ ഒരു അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഹൈറാർക്കിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ നിലയ്ക്കുള്ള ഒരു സൗകര്യങ്ങൾ ഇനിയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. താലൂക്ക് ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച ഡയാലിസിസ് കേന്ദ്രത്തിന്റെ കെട്ടിടവും ബൽറാം സന്ദർശിച്ചു. കെട്ടിടവും ഡയാലിസിസ് കേന്ദ്രവും മികച്ച രീതിയിലാണുള്ളതെന്നും ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം എത്രയും വേഗം തുടങ്ങണമെന്നും രോഗികൾക്ക് ഇത് വലിയ പ്രയോജനകരമാവുമെന്നും ബൽറാം പറഞ്ഞു. ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഇവിടെ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചു. കാരണം ഓർത്തോ വിഭാഗത്തിന് ഡോക്ടർമാരില്ല, ENT വിഭാഗത്തിൽ ഡോക്ടർമാരില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ അതിനൊന്നും ഡോക്ടർമാരില്ലാത്തത് ആശുപത്രിയുടെ ഇഫക്റ്റീവ്നെസ്സിനെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് എല്ലാവരും രോഗികൾ പറഞ്ഞത്. അതോടൊപ്പം ഞാനിവിടെ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി. കഴിഞ്ഞ ജനുവരിയിൽ, എനിക്ക് തോന്നുന്നു 2024 ജനുവരിയിൽ തൊട്ട് ഇത് പ്രവർത്തനം ആരംഭിക്കും എന്നാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചിരുന്നത്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ആളുകൾക്ക് പ്രയോജനകരമാവുന്നില്ല. മെഷീൻസൊക്കെ അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും അടുത്ത് തന്നെ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ സൂചിപ്പിച്ച നല്ല കാര്യം. താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം ഉടൻ നടപ്പാക്കണമെന്നും ആശുപത്രികളിലെ പല കെട്ടിടങ്ങൾക്കും കാലപ്പഴക്കമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഗരസഭാ കൌൺസിലർമാരായ KR നാരായണസ്വാമി, C സംഗീത, ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥരും സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു.